ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഹാഭാരതത്തിലെ ഒരു കഥയാണ് പറയുന്നത്. എത്ര വലിയ മഹാനായാലും താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അത് നമ്മൾ അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. അത് കലിയുഗത്തിൽ മാത്രമല്ല, എല്ലാ യുഗങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. ഒരാൾ എത്ര ശ്രേഷ്ഠനായാലും അയാൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ഈ കഥയിലൂടെ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്കറിയാം, കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുനാഥനാണ് ദ്രോണാചാര്യർ. ഭീഷ്മരാണ് ദ്രോണരെ, പാണ്ഡവരെയും കൗരവരെയും വിദ്യ അഭ്യസിക്കുന്നതിനായിട്ട് നിയമിച്ചത്. ഹസ്തിനാപുരിയിൽ അങ്ങനെ ദ്രോണര് താമസിക്കുകയാണ്. ഭീഷ്മരാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത്. വലിയ കൊട്ടാര സദൃശ്യമായ ഒരു ഭവനം തന്നെ ഭീഷ്മര് ദ്രോണാചാര്യർക്ക് താമസിക്കാനായിട്ട് കൊടുക്കുന്നു. ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും പുത്രന്മാരെ, അതായത് കൗരവരെയും പാണ്ഡവരെയും ദ്രോണാചാര്യർ തുല്യമായ വാത്സല്യത്തോടു കൂടി ശിഷ്യരായി സ്വീകരിക്കുകയും ധനുർവേദം, അതായത് ആയുധ അഭ്യാസം പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കാലം കുറച്ച് കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ദ്രോണാചാര്യർ തൻ്റെ എല്ലാ ശിഷ്യന്മാരെയും രഹസ്യമായിട്ട് വിളിപ്പിച്ചു. എന്നിട്ട് തൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് എന്നും വിദ്യയെല്ലാം അഭ്യസിച്ചു കഴിയുമ്പോൾ എൻ്റെ ആ ആഗ്രഹം നിങ്ങൾ സഫലീകരിച്ചു തരുമോ എന്ന് ഓരോരുത്തരോടും ചോദിക്കുന്നു. അർജുനൻ ഒഴികെ എല്ലാ രാജകുമാരന്മാരും മിണ്ടാതെ നിന്നതേ ഉള്ളൂ. അവരാരും അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. എന്നാൽ അർജുനനാകട്ടെ വലിയ ഉത്സാഹത്തോടു കൂടി ആചാര്യൻ്റെ ആഗ്രഹം, ഗുരുവിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. അതോടുകൂടി ദ്രോണാചാര്യർക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം അർജുനനെ കെട്ടിപ്പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു. ആ സമയത്ത് ആചാര്യൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ സന്തോഷം കൊണ്ട് പുറത്തേക്ക് ധാരധാരയായി ഒഴുകി. അതിനുശേഷം ദ്രോണാചാര്യർ അർജുനന് ചില പ്രത്യേക വിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ദ്രോണാചാര്യരെ പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യകളൊക്കെ വളരെ പെട്ടെന്ന് അർജുനൻ പഠിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ശിഷ്യന്മാരിലും അർജുനൻ മികച്ചവനായി നിൽക്കുകയും ചെയ്തു. ദ്രോണാചാര്യരുടെ അടുത്ത് പാണ്ഡവരും കൗരവരും മാത്രമായിരുന്നില്ല പഠിക്കാൻ വന്നിരുന്നത്. യദുവംശത്തിൽ പെട്ട ചില ശിഷ്യന്മാരും അതുപോലെ തന്നെ ദൂര ദേശങ്ങളിൽ നിന്നുള്ള ചില ശിഷ്യന്മാരുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ തൻ്റെ പുത്രനായ അശ്വത്ഥാമാവും ദ്രോണറുടെ ശിഷ്യനായിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും തൻ്റെ മകനാണ് അശ്വത്ഥാമാവ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വാത്സല്യം അശ്വത്ഥാമാവിനോടും ദ്രോണർക്കുണ്ടായിരുന്നു. ഈ ദ്രോണർക്കൊരു സ്വഭാവമുണ്ട്. അതായത് ശിഷ്യന്മാരോടെല്ലാവരോടും ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് വെള്ളം കൊണ്ടുവരാനായിട്ട് പറയും. ഒരു പാത്രവും കൊടുത്തുവിടും. കുട്ടികളെല്ലാം വെള്ളം എടുക്കാനായിട്ട് പോകും. വെള്ളവും കൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. ആ കൂട്ടത്തിൽ അശ്വത്ഥാമാവിനെയും വിടും. പക്ഷേ അശ്വത്ഥാമാവിൻ്റെ കയ്യിലുള്ള പാത്രത്തിന് അകത്തുള്ള ഉള്ള് കുറവാണ്. അതായത് കുറച്ച് ജലം മാത്രമേ ആ പാത്രത്തിൽ കൊള്ളുകയുള്ളൂ. ഇവിടെ അർജുനന് കൂടുതൽ വിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു പരാതി അശ്വത്ഥാമാവിനുണ്ടായിരുന്നു. അത് അച്ഛനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ പാത്രങ്ങൾ ഇങ്ങനെ കൊടുത്തുവിടുന്നത്. വളരെ കുറച്ച് മാത്രം ജലം കൊള്ളുന്ന പാത്രമായിരുന്നു അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് എടുത്തുകൊണ്ട് അശ്വത്ഥാമാവ് ഓടി വീട്ടിലേക്ക് വരും.
ആ സമയത്ത് മറ്റു കുട്ടികളൊന്നും അവിടേക്ക് എത്തിച്ചേരത്തുമില്ല. ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ചില പ്രത്യേക വിദ്യകൾ അശ്വത്ഥാമാവിന് ദ്രോണര് പഠിപ്പിച്ചു കൊടുക്കും. എന്നാൽ ഈ രഹസ്യം അർജുനൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അർജുനന് വരുണാസ്ത്രം എന്ന ആ അസ്ത്രത്തിൻ്റെ ബലം കൊണ്ട് തൻ്റെ പക്കലുള്ള പാത്രത്തിൽ ജലം വേഗം നിറയ്ക്കുകയും ആചാര്യൻ്റെ അടുക്കലേക്ക് ഓടി എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അശ്വത്ഥാമാവിന് പറഞ്ഞു കൊടുത്ത എല്ലാ വിദ്യകളും അർജുനനും ദ്രോണരിൽ നിന്ന് കൈക്കലാക്കി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാറ്റടിച്ച് വിളക്ക് കെട്ടുപോയി. ഒരു തടസ്സവുമില്ലാതെ കൈകൊണ്ട് ഉരുട്ടിയ ഉരുളകൾ വായിലേക്ക് വീഴുന്നതോർത്ത അർജുനൻ ഒരു കാര്യം നിശ്ചയിച്ചുറപ്പിച്ചു. അതായത്, ഒരു ലക്ഷ്യം കണ്ടെത്താൻ പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. സത്യമല്ലേ? എത്ര ഇരുട്ടാണെങ്കിലും മുമ്പിൽ വച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്നും ആഹാരമെടുത്ത് കറക്റ്റായിട്ട് വായിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പ്രകാശത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഈ ഒരു സംഭവത്തോടു കൂടി അർജുനൻ മനസ്സിലാക്കി. അതായത്, ഇരുട്ടിൽ തങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവരെ അതേ ഇരുട്ടിൽ വെച്ച് തന്നെ പരാജയപ്പെടുത്തണം എന്ന ചിന്ത അർജുനനെ കൂരിരുട്ടിൽ ബാണപ്രയോഗം നടത്തുന്നതിനുള്ള അഭ്യാസങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഇരുട്ടിൽ അർജുനൻ അഭ്യസിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഈ വില്ലിൻ്റെ ഞാണൊലി കേട്ടുകൊണ്ട് ദ്രോണാചാര്യർ എഴുന്നേറ്റ് വന്നപ്പോൾ കാണുന്ന കാഴ്ച, അർജുനൻ ഇരുട്ടത്ത് നിന്നുകൊണ്ട് അമ്പും വില്ലും എടുത്ത് അഭ്യാസ പ്രകടനം നടത്തി പരിശീലിക്കുന്നു. അത് കണ്ടതും ദ്രോണാചാര്യർക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം ഓടി വന്ന് അർജുനനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയുകയാണ്, കുഞ്ഞേ, നിന്നേക്കാളും വലിയൊരു ധനുർധരൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ആഗ്രഹമുള്ള നിന്നെ ഞാൻ എല്ലാ വിദ്യകളും പഠിപ്പിക്കുമെന്ന് ആചാര്യൻ പറയുന്നു. അതിനുശേഷം ആചാര്യൻ രാജകുമാരന്മാർക്കെല്ലാം തന്നെ ആ നിലയിലുള്ള യുദ്ധമുറകളും കുതിരയിൽ സവാരി ചെയ്തുകൊണ്ടുള്ള യുദ്ധതന്ത്രങ്ങളും രഥത്തിൽ ഇരുന്നുള്ള യുദ്ധകൗശലങ്ങളും തറയിൽ നിന്നുള്ള യുദ്ധ നൈപുണ്യവും കൂടാതെ ഗദായുദ്ധ രഹസ്യവും വാൾപ്പയറ്റിൻ്റെ മർമ്മവും എല്ലാം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ അർജുനനെ ഇതെല്ലാം പഠിപ്പിക്കുന്ന ആ സമയത്ത് ദ്രോണാചാര്യർ ഒരു പ്രത്യേകമായ ശ്രദ്ധ കൂടി വെച്ചിരുന്നു. ദ്രോണാചാര്യരുടെ പഠിപ്പിക്കുന്നതിലുള്ള കൗശലം അങ്ങനെ എല്ലാ ദേശങ്ങളിലും എത്തിച്ചേർന്നു. വളരെ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള രാജകുമാരന്മാരെല്ലാവരും തന്നെ, അതുപോലെ തന്നെ രാജാക്കന്മാരുമെല്ലാം ദ്രോണാചാര്യരെ തേടി എത്താൻ തുടങ്ങി. ആ കൂട്ടത്തിൽ നിഷാദ രാജാവായ ഹിരണ്യധനുവിൻ്റെ പുത്രനായ ഏകലവ്യനും ഉണ്ടായിരുന്നു. അന്നത്തെ സാമൂഹിക നീതി കണക്കിലെടുത്ത് ദ്രോണാചാര്യർ ഏകലവ്യനെ ശിഷ്യനായി സ്വീകരിച്ചില്ല. കാരണം രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും പഠിപ്പിക്കുന്ന ശുദ്ധ ബ്രാഹ്മണനാണ് ആര്? ദ്രോണാചാര്യർ. അങ്ങനെയുള്ള ദ്രോണാചാര്യർ വെറും ഒരു കാട്ടാള രാജാവിൻ്റെ പുത്രനായ ഏകലവ്യനെ എങ്ങനെ പഠിപ്പിക്കും? അങ്ങനെ ദ്രോണാചാര്യർ ഏകലവ്യനെ ശിഷ്യനായി സ്വീകരിച്ചില്ല. ഏകലവ്യന് വലിയ ദുഃഖമായി. അയാൾ വനമധ്യത്തിൽ ദ്രോണാചാര്യരുടെ ഒരു മൺപ്രതിമ ഉണ്ടാക്കുകയും ആ പ്രതിമ ആചാര്യൻ തന്നെ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ അതീവ ശ്രദ്ധയോടുകൂടി സ്വയം അസ്ത്രവിദ്യ അഭ്യസിക്കുവാൻ തുടങ്ങി. അതിശയമെന്ന് പറയട്ടെ, അയാൾ അസ്ത്രവിദ്യയിൽ വലിയ കേമനായി തീർന്നു. ഇവിടെയാണ് മന്ത്രജപങ്ങളുടെയും മാനിഫെസ്റ്റേഷൻ്റെയും ഒക്കെ പ്രാധാന്യം. മറ്റൊരു രീതിയിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഏകലവ്യന്
വലിയ വിശ്വാസമുണ്ടായിരുന്നു. ഇത് തൻ്റെ ആചാര്യനാണ്, ആചാര്യൻ തന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, ആചാര്യൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും തനിക്കുണ്ടാകുമെന്ന് മനസ്സുകൊണ്ട് നിശ്ചയിച്ച് ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഏകലവ്യൻ ആ കാര്യം ചെയ്തപ്പോൾ ഏകലവ്യൻ വലിയ കേമനായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ആചാര്യൻ്റെ അനുമതിയും വാങ്ങി രാജകുമാരന്മാരായ ശിഷ്യന്മാരെല്ലാവരും കൂടി വനത്തിൽ നായാട്ടിന് പോയി. ആ സമയത്ത് ഈ രാജകുമാരന്മാരോടൊപ്പം ഒരു പട്ടിയും കൂടി പോയി. കാട്ടിൽ അങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയത്ത് ആ പട്ടി ഗുരുപ്രതിമയുടെ മുമ്പിൽ ധനുർവേദം അഭ്യസിക്കുന്ന ഏകലവ്യൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നു. കറുത്ത ഇരുണ്ടവനായിരുന്നു ഏകലവ്യൻ. അയാൾ ഒരു കൃഷ്ണമാനിൻ്റെ ചർമ്മമാണ് ധരിച്ചിരുന്നത്. തലമുടി ജടകെട്ടിയിരുന്നു. പ്രാകൃത രൂപത്തിലിരുന്നു ഏകലവ്യൻ. അങ്ങനെയുള്ള ആ ഏകലവ്യനെ കണ്ട് പട്ടി കുരയ്ക്കുവാൻ തുടങ്ങി. ഉടൻ തന്നെ ഏകലവ്യൻ 6 ബാണങ്ങൾ ഈ പട്ടിയുടെ വായ്ക്കകത്തേക്ക് തൊടുത്തുവിട്ടു. പക്ഷേ ഈ പട്ടിയുടെ വായ്ക്കകത്തേക്ക് ഈ 6 ബാണങ്ങൾ ചെന്നു എങ്കിലും പട്ടിയുടെ വായ്ക്കകത്ത് ഒരു മുറിവും ഈ ബാണങ്ങൾ ഉണ്ടാക്കിയില്ല. ഇതങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ കുരുത്തു കിടന്നു. പക്ഷേ പട്ടിക്ക് വാ അടയ്ക്കാൻ പറ്റിയില്ല. ഇവിടെ പട്ടി കുരയ്ക്കരുത്, എന്നാൽ പട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്യരുത്. അതാണ് ഏകലവ്യൻ ലക്ഷ്യം വെച്ചത്. അങ്ങനെ ഈ വാ നിറച്ച് ഈ അമ്പുമായി ഈ പട്ടി പാണ്ഡവരുടെ അടുക്കലേക്ക് ചെല്ലുന്നു. ഇത് കണ്ടതും ഏതോ ഒരു കേമനാണിത് ചെയ്തത്, ശബ്ദനിരോധനമാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പാണ്ഡവർക്ക് മനസ്സിലാവുകയും ആരാണ് ഇത്രയും വലിയ കേമൻ, അതൊന്നറിയണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പാണ്ഡവർ ആരാണ് ചെയ്തത് എന്ന് ആ വനത്തിൽ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ അവസാനം അവരുടെ ആ അന്വേഷണത്തിൻ്റെ ഒടുവിൽ അവർ ഏകലവ്യനെ കണ്ടുമുട്ടുന്നു. ആ സമയം ഏകലവ്യൻ ഇങ്ങനെ നിരന്തരം അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ പാണ്ഡവർ അവിടെ ചെന്നിട്ട് ഏകലവ്യൻ്റെ അടുത്ത് ചെന്നിട്ട് ആരാണ് നീ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന ആളാണ് എന്ന് ഏകലവ്യൻ പറഞ്ഞു കൊടുക്കുന്നു. ആരാണ് നിൻ്റെ ഗുരു എന്ന് ചോദിച്ചു. ഉടൻ തന്നെ തൻ്റെ ഗുരു ദ്രോണാചാര്യരാണ് എന്ന് ഏകലവ്യൻ മറുപടി പറയുകയും ചെയ്തു. ഏകലവ്യൻ്റെ ഇപ്രകാരമുള്ള മറുപടി എല്ലാവർക്കും വലിയ അത്ഭുതമാണ് ഉണ്ടാക്കിയത്. പിന്നീട് ഇവരെല്ലാവരും വന്ന് കാട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ദ്രോണാചാര്യരെ അറിയിച്ചു. അർജുനന് അല്പം പരിഭവം ഉണ്ടായിരുന്നു. അർജുനൻ ദ്രോണാചാര്യരോട് പറയുകയാണ്, അങ്ങ് പലപ്പോഴും എന്നെ ആലിംഗനം ചെയ്ത് പറയാറുണ്ടല്ലോ, എന്നേക്കാൾ വലിയൊരു ശിഷ്യൻ അങ്ങേക്കില്ല എന്ന്. എന്നാൽ അങ്ങയുടെ ശിഷ്യനായ ഈ ഏകലവ്യൻ എന്നേക്കാളും വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നവനാണ്. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അമ്പെയ്ത് കൊള്ളിക്കുവാൻ അയാൾ വലിയ സമർത്ഥനായിരുന്നു. ഇങ്ങനെയൊക്കെ അർജുനൻ ദ്രോണാചാര്യരോട് ഒരു പരാതി എന്ന നിലയിൽ പറയാൻ തുടങ്ങി. അർജുനൻ്റെ പരാതിയെല്ലാം ശ്രദ്ധയോടുകൂടി ദ്രോണര് കേൾക്കുകയും അതിനുശേഷം ദ്രോണര് അല്പം സമയം കഴിഞ്ഞിട്ട് ഈ കുമാരന്മാരെ എല്ലാവരെയും കൂട്ടി വനത്തിലേക്ക് പോവുകയും ചെയ്തു. കാട്ടിലെത്തിയ ദ്രോണർ ഒന്നിനു പുറകെ ഒന്നായി അസ്ത്രം വിട്ട് അഭ്യാസം നടത്തുന്ന ആ ജഡാവൽക്കലധാരിയായ ഏകലവ്യനെ കാണുന്നു. ശരീരം ചേറു നിറഞ്ഞതായിരുന്നു. എങ്കിലും അതിലയാൾക്ക് യാതൊരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. അഭ്യാസത്തിലായിരുന്നു അയാളുടെ ശ്രദ്ധ മുഴുവനും. ആ സ്ഥലത്തേക്കാണ് ദ്രോണാചാര്യർ എത്തിച്ചേരുന്നത്. ആചാര്യനെ കണ്ടു ഏകലവ്യൻ. കണ്ട മാത്ര തന്നെ ഏകലവ്യൻ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ഓടി വന്നു. ആ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ അയാൾ ദണ്ഡ നമസ്കാരം നടത്തി. അതിനുശേഷം എല്ലാ പൂജാതി കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം തൊഴുകൈയോടുകൂടി നിന്നിട്ട് താൻ ഇനി എന്തു ചെയ്യണമെന്ന് വിനയപൂർവം
ദ്രോണരോട് അയാൾ ചോദിക്കുന്നു. ഈ അവസരത്തിൽ ദ്രോണാചാര്യർ പറയുകയാണ്, നീ സത്യസന്ധമായിട്ടും എൻ്റെ ശിഷ്യനാണെങ്കിൽ നീ എനിക്ക് ഗുരുദക്ഷിണ നൽകണം. ഇത് കേട്ടതും ഏകലവ്യന് വലിയ സന്തോഷമായി. കാരണം തന്നെ അംഗീകരിച്ചിരിക്കുന്നു തൻ്റെ ആചാര്യൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകലവ്യൻ തുള്ളിച്ചാടുകയാണ്. കാരണം ഗുരു തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ഏകലവ്യൻ തൊഴുകൈയോടുകൂടി ആചാര്യനോട് ചോദിക്കുകയാണ്, അങ്ങ് പറയൂ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്തും ഞാൻ നൽകും എന്ന നിലയിലാണ് ഏകലവ്യൻ നിൽക്കുന്നത്. ഉടൻ തന്നെ ദ്രോണാചാര്യർ ഏകലവ്യനോട് പറയുകയാണ്, ഏകലവ്യ, നീ നിൻ്റെ വലത്തെ കൈയിലെ തള്ളവിരൽ മുറിച്ച് എനിക്ക് ഗുരുദക്ഷിണയായി നൽകുക. സത്യവാദിയായ ഏകലവ്യൻ എന്നിലുള്ള എന്തും അങ്ങേക്ക് നൽകും എന്ന് പ്രതിജ്ഞ എടുത്തതിനാൽ ആ പ്രതിജ്ഞയിൽ അയാൾ ഉറച്ചു നിന്നു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയും ഉത്സാഹത്തോടു കൂടിയും വലതു കൈയിലെ പെരുവിരൽ ഏകലവ്യൻ മുറിക്കുകയും ഗുരുവിൻ്റെ തൃപ്പാദങ്ങൾക്ക് സമീപം വെച്ച് നമസ്കരിക്കുകയും ചെയ്തു. അതോടുകൂടി ഏകലവ്യന് പിന്നീട് അമ്പും വില്ലും ഉപയോഗിച്ചിട്ടുള്ള പ്രകടനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അമ്പും വില്ലും എന്ന് തന്നെയുമല്ല, ഒരു അഭ്യാസിയുടേതായ ഒരു കാര്യങ്ങളും സാമർഥ്യത്തോടുകൂടി ചെയ്യാൻ ഏകലവ്യന് സാധിച്ചില്ല. ഇവിടെ വ്യാസഭഗവാൻ ഇങ്ങനെയൊരു കഥ നമ്മളോട് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? അതായത് സ്വാർത്ഥത, അത് മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്. ഏതു മഹാനായാലും അവനിൽ അല്പം സ്വാർത്ഥത ഒളിഞ്ഞു കിടക്കുന്നു. ജലം എടുത്തുകൊണ്ട് വരുന്നതിനുള്ള പാത്രങ്ങൾ ഒരേ വലിപ്പമുള്ളതാണെങ്കിലും ഉള്ളു കുറഞ്ഞ പാത്രം തൻ്റെ പുത്രനായ അശ്വത്ഥാമാവിന് കൊടുത്ത് വേഗം വെള്ളം നിറച്ച് വേഗത്തിൽ വരുന്നതിനുള്ള സഹായം ആദ്യം ദ്രോണാചാര്യർ ചെയ്തു കൊടുക്കുന്നു. മറ്റാരും എത്തിച്ചേരാത്ത ഈ വേളയിൽ ചില രഹസ്യവിദ്യകൾ ദ്രോണര് അശ്വത്ഥാമാവിന് പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ പാണ്ഡവരും കൗരവരും അതുപോലെ തന്നെ മറ്റു ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന രാജകുമാരന്മാരും യദുവംശത്തിൽപ്പെട്ട രാജകുമാരന്മാരും എല്ലാവരും തന്നെ ദ്രോണർക്ക് ശിഷ്യരായിട്ടുണ്ട്. പക്ഷേ തൻ്റെ പുത്രനോട് ഒരു പ്രത്യേക വാത്സല്യം, അത് ദ്രോണരുടെ മനസ്സിലുള്ള സ്വാർത്ഥതയാണ്. അത് വ്യാസഭഗവാൻ ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൂടാതെ മറ്റൊരു കാര്യം വ്യാസൻ ഇവിടെ പറയുന്നു, അതായത് ജാതി വ്യവസ്ഥിതി ഉണ്ടാക്കുന്ന ദോഷം. അത് എത്ര മഹാനായാലും അവൻ്റെ മനസ്സിൽ ആ ജാതി എന്ന ചിന്ത അത് ഒളിഞ്ഞു കിടക്കുന്നു എന്ന് വ്യാസൻ വീണ്ടും നമ്മളോട് പറയുന്നു. അതായത് മഹാബ്രാഹ്മണനാണ്, താൻ വലിയ ശ്രേഷ്ഠനാണ്, തൻ്റെ അടുത്ത് വലിയ വലിയ രാജകുമാരന്മാരും രാജാക്കന്മാരും ഒക്കെ പഠിക്കാൻ വരുന്നുണ്ട്. താൻ രാജകുമാരന്മാരെയും രാജാക്കന്മാരെയും മാത്രമാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള തനിക്ക് എങ്ങനെയാണ് ഒരു കാട്ടാളൻ്റെ മകനെ, ഒരു കാട്ടാള ചെറുക്കനെ പഠിപ്പിക്കുവാൻ പറ്റുന്നത് എന്ന ഒരു ചിന്ത, ഒരു ജാതി ചിന്ത, അത് എത്ര വലിയ ശ്രേഷ്ഠനായാലും അവൻ്റെ മനസ്സിൽ കടന്നുകൂടുന്നു എന്നുള്ള കാര്യവും ഇവിടെ വ്യാസഭഗവാൻ പറയുന്നു. അതിനുശേഷം പിന്നീട് ദ്രോണർ എന്താണ് ചെയ്തത്? ഏകലവ്യൻ്റെ പെരുവിരൽ അത് ദക്ഷിണയായി ചോദിക്കുന്നു. അവിടെ തൻ്റെ ശിഷ്യനായ അർജുനനേക്കാൾ മുകളിൽ ആരും വരരുത് എന്നുള്ള വ്യാസൻ്റെ നിർബന്ധം, അതാണ് ഏകലവ്യനോട് കാണിച്ചത്. അത് ഏകലവ്യൻ്റെ ജീവിതം തന്നെ, അവൻ്റെ ആഗ്രഹങ്ങൾ തന്നെയാണ് നശിപ്പിച്ചത്. അത്ര വലിയ ഒരു തെറ്റാണ് പിന്നീട് ദ്രോണര് ചെയ്തത്. ഇങ്ങനെ എത്ര മഹാനായാലും ഇതുപോലെയുള്ള ചില ചിന്തകൾ, ഇതുപോലുള്ള ചില പ്രവർത്തികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് ശരിയല്ല എന്നുള്ള കാര്യം വ്യാസൻ പറയുന്നു. ഇവിടെ ദ്രോണരു ചെയ്ത ഇതുപോലുള്ള പ്രവർത്തികളുടെ
ഫലമാണ് പിന്നീട് കുരുക്ഷേത്ര ഭൂമിയിൽ ദ്രോണർക്ക് അനുഭവിക്കേണ്ടി വന്നത്. നമ്മൾ ചിന്തിക്കും, ദ്രോണാചാര്യർ എന്തു ചെയ്തു? ദ്രോണാചാര്യർ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചു. അർജുനനെയും അതുപോലെ തന്നെ ദുര്യോധനനെയും എല്ലാം പഠിപ്പിച്ചു. കൗരവരുടെ കൂടെ പോയി. കാരണം അന്നം കൊണ്ട് കടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ അവരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഭീഷ്മർക്കും ദ്രോണർക്കുമൊക്കെ ഈ തരത്തിൽ മരിക്കേണ്ടി വന്നത്? അവരതിനു വേണ്ടി വലിയ തെറ്റും ചെയ്തോ എന്നൊരു ചോദ്യം നമുക്കുണ്ടാകും. ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. അതായത് ഇതുപോലുള്ള ചില ദുഷ്ടപ്രവർത്തികൾ ദ്രോണരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതായത് മകൻ ചത്താലും മരുമകളുടെ താലി അറ്റാൽ മതി എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ദ്രോണര് ഇവിടെ പ്രവർത്തിച്ചത്. അതായത് തൻ്റെ ശിഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നശിച്ചാലും അർജുനൻ ഇവിടെ ഉയർന്നു നിൽക്കണം, അർജുനനെ പ്രീണിപ്പിക്കണം. കാരണം അതിൻ്റെ പുറകിൽ തൻ്റെ കൂട്ടുകാരനായ ദ്രുപദനെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ അർജുനനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതാണ് ആദ്യം ചോദിച്ചത്. എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അത് കൂട്ടുകാരനായ ദ്രുപദനെ ആക്രമിച്ച് കീഴടക്കണം. അതാണ് അവിടെ ചോദിച്ചത്, അതാണ് ആഗ്രഹം. അതിന് അർജുനനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അർജുനനെ സന്തോഷിപ്പിക്കണം, അർജുനനെ പിണക്കരുത്. അതിനുവേണ്ടി ഏകലവ്യനെ നശിപ്പിച്ചാലും സാരമില്ല. അങ്ങനെ ഒരു ചിന്ത ദ്രോണരുടെ മനസ്സിലേക്ക് വന്നു. അതിൻ്റെ തിരിച്ചടി വളരെ മോശപ്പെട്ട ഒരു മരണമാണ് പിന്നീട് ദ്രോണർക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് കഴുത്ത് മുറിഞ്ഞാണ് ദ്രോണർ മരിക്കുന്നത്. ആരാണ് ദ്രോണരെ വധിച്ചത്? ഏകലവ്യൻ്റെ വിരൽ മുറിച്ച അത്യന്തം ഹീനമായ പ്രവൃത്തി ചെയ്ത ആ ദ്രോണർ, ആ പാപമെല്ലാം ആർജിച്ച ആ ദ്രോണർ ദൃഷ്ടദ്യുമ്നൻ്റെ വാളിന് കഴുത്തുവെച്ച് കൊടുത്താണ് മരണപ്പെട്ടത്. നമുക്കറിയാം ആ കഥ അല്ലേ? അശ്വത്ഥാമാവ് ചത്തു എന്നൊക്കെ പറഞ്ഞ ആ ഒരു അവസ്ഥ. അങ്ങനെ ഒരു മരണമാണ് യമധർമ്മൻ ദ്രോണർക്ക് കൊടുത്തത്. അതായത് വ്യാസദേവൻ ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ഏതു വമ്പനും സ്വാർത്ഥത മൂത്താൽ തികഞ്ഞ അന്യായക്കാരനായി തീരും എന്നുള്ള കാര്യമാണ് വ്യാസൻ ഈ കഥയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനിയും പുതിയ പുതിയ ഏകലവ്യന്മാർ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നുകൂടി വ്യാസൻ ചിന്തിച്ചിട്ടുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കഥ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മഹാഭാരതത്തിലെ ആയാലും രാമായണത്തിലെ ആയാലും എല്ലാ കഥകളും നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. നമ്മൾ പറയും ഭാഗവതത്തിലും മഹാഭാരതത്തിലുമൊക്കെ തന്നെ ജാതി വ്യവസ്ഥകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ. ശരിയാണ്, ആ കഥകളിൽ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മളോട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അങ്ങനൊന്നും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ആരെങ്കിലും അങ്ങനെ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഭിച്ച ശിക്ഷ കൂടി വ്യാസൻ പറയുന്നുണ്ട്. ഇവിടെ ദ്രോണർ ഒരു തെറ്റു ചെയ്തതായി പറയുന്നു. ദ്രോണർ ഏകലവ്യനെ പഠിപ്പിച്ചില്ല. ആ സമയത്ത് ദ്രോണറുടെ മനസ്സിൽ ആ ജാതി ചിന്ത വന്നു എന്ന് വ്യാസൻ പറയുന്നുണ്ട്. അവസാനം ദ്രോണർക്ക് കിട്ടിയ മരണം അതെങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു. അല്ലാതെ തെറ്റു ചെയ്തവർ സുഖമായി ഇരിക്കുന്നു എന്നുള്ള കാര്യം വ്യാസൻ പറയുന്നില്ല. ചെറിയ തെറ്റുകളായിക്കോട്ടെ, ചെറിയ തെറ്റുകൾ ചെയ്താൽ പോലും അവർ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് വ്യാസൻ പറയുന്നത്. ഈ ജന്മങ്ങളിലും മുൻ ജന്മങ്ങളിലും ചെയ്ത കുറ്റങ്ങൾ കൊണ്ട് പിന്നീടുള്ള ജന്മങ്ങളിൽ ദോഷങ്ങൾ അനുഭവിക്കുന്ന കഥകളും ഭാരതത്തിൽ വ്യാസൻ പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ചിന്തകളും കാണും, പലതരത്തിലുള്ള വ്യവസ്ഥിതികളും കാണും. പക്ഷേ അതൊന്നും മാനിക്കാതെ, അതിൻ്റെ പുറകെ പോകാതെ ധർമ്മിഷ്ഠനായി ആരാണോ ജീവിക്കുന്നത് അവർക്ക്
ശ്രേഷ്ഠതയുണ്ടാകും, അവർക്ക് മോക്ഷമുണ്ടാകും, അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഇതാണ് വ്യാസൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ചെറിയ തെറ്റുകൾക്ക് പോലും ഈ ജന്മത്തിലല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ കാര്യം നമ്മളെല്ലാവരും ഓർത്തിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ആരൊക്കെ ഇന്ന് നാരായണ നാമം ജപിച്ചു എന്നുള്ള കാര്യം കമൻ്റ് ഇടുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഹരേ കൃഷ്ണ.